ഹായ് എവരി വൺ, വെൽക്കം ടു XandY Learning. ഞാൻ ഡോക്ടർ ബാസിൽ. എനിക്കിന്ന് സംസാരിക്കാനുള്ളത് UP ഹൈസ്കൂൾ കുട്ടികളോടാണ്. നിങ്ങളെല്ലാവരും ന്യൂസൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, ഇടയ്ക്കൊക്കെ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനലിൽ ന്യൂസൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. കഴിഞ്ഞ ദിവസം +1 മാത്സ് പരീക്ഷ, കേരള സിലബസിൻ്റെ +1 മാത്സ് പരീക്ഷയുടെ ഒരു അവസ്ഥ അല്ലേ, ഭയങ്കര ടഫായിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളത് പരിശോധിച്ച് നോക്കി. ആ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ്, സാധാരണ വരുന്നതിലും വേറെ രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ക്വസ്റ്റ്യൻസൊക്കെ അവരുടെ +1 മാത്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് സ്ഥിരമായി ചോദിക്കുന്നത് അങ്ങനെയല്ല. സ്ഥിരമായി ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്, പെട്ടെന്ന് എന്ത് ചെയ്തു, അത് ടഫാക്കി. അതാണ് ഭയങ്കര പ്രശ്നമായി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്ഥിരമായി എന്ത് ചെയ്യും, ഒരു ലെവൽ കുറഞ്ഞ രൂപത്തിൽ, ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് രൂപത്തിലായിരിക്കും സ്കൂളിൽ സ്ഥിരമായി ചോദിക്കുക. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണെങ്കിൽ കൂടി ഒന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ പ്രശ്നമാവുന്നു, മൊത്തം കേരളത്തിൽ തന്നെ വലിയൊരു കുഴപ്പമായി മാറുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മളൊക്കെ സ്കൂളിൽ ചിലപ്പോൾ ശരിയായിരിക്കാം, നിങ്ങൾക്ക് നല്ല സ്കൂളിൽ എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് ഉണ്ടാവും, ക്ലാസ്സിൽ ടോപ്പർ നിങ്ങളായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും അറിയോ? നിങ്ങളുടെ കൂടെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ 8th പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. 8th നിങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്, നിങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികൾ മാത്രമല്ലോ, ഇന്ത്യയിൽ മുഴുവൻ 8th ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ മുമ്പിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്, നിങ്ങളുടെ സ്ഥാനം എവിടെയാണ്? നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ ടോപ്പറായിരിക്കും, പക്ഷേ ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് അപ്പം നിങ്ങൾ വിചാരിക്കും, ഇപ്പം എന്തിനാ ആലോചിക്കുന്നത്, നമ്മുടെ ക്ലാസ്സിൽ ടോപ്പറായ പോരാ. കാരണം എന്താ, നിങ്ങളിപ്പോൾ 8th പഠിക്കുന്നുണ്ട് അല്ലേ, ആ 8th ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ 12th കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ നല്ല എക്സാംസ് ഒക്കെ എഴുതും അല്ലേ, എൻട്രൻസുകൾ എഴുതും, അതുപോലെ തന്നെ വിവിധ കോളേജുകളിലേക്കുള്ള പരീക്ഷകൾ എഴുതും. അപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ ഇപ്പം 8th പഠിക്കുന്ന കുട്ടികളായിരിക്കും അന്ന് +2 കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലേ. ആ ലക്ഷക്കണക്കിന് കുട്ടികളോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടി വരിക അല്ലേ. അപ്പം അങ്ങനെ മത്സരിച്ച് അതിലേറ്റവും മുന്നിലെത്തിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ, നല്ല ജോലി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളത് ആലോചിക്കണ്ടേ? ആ സമയത്ത് +2 ആലോചിച്ചാൽ മതിയോ? അത് ഇല്ല, ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ആലോചിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പെട്ട ഏതാണ് സ്കോളർഷിപ്പ് എക്സാംസ്. ഇപ്പോൾ നാഷൻ വൈഡായി തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തമായിട്ട് തന്നെ നടത്തുന്ന സ്കോളർഷിപ്പ് ഇപ്പോൾ നിങ്ങൾക്കറിയാം, NMMS, USS, LSS ഇങ്ങനെയുള്ള സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയുണ്ടാവും. അതൊക്കെ എന്താ, നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളോടൊന്ന് മത്സരിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കോളർഷിപ്പ് എക്സാംസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ NTSE നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NTSE എന്ന് പറയുന്നത് 10th കഴിഞ്ഞിട്ടുള്ള ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്നൊക്കെ ആയിരുന്നു അതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ഇന്ത്യയിലുള്ള മുഴുവൻ 10th പഠിക്കുന്ന കുട്ടികളും ഒരുമിച്ച് എഴുതുന്ന എക്സാമൊക്കെ ആയിരുന്നു NTSE എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ക്യാൻസൽഡ് നൗ. മനസ്സിലായില്ലേ? ഇപ്പോൾ NTSE ഇല്ല. അപ്പോൾ അത് തിരിച്ചു വരും, നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ NTSE ഇല്ല, അപ്പോൾ അത് ഇല്ലാണ്ടായിപ്പോയി. ഇനിയോ KVPY നല്ലൊരു എക്സാം ആയിരുന്നു, വളരെ നല്ലൊരു സ്കോളർഷിപ്പ് എക്സാം ആയിരുന്നു, ഒരുപാട് ആളുകൾ പ്രിപ്പയർ ചെയ്തിരുന്ന വളരെ ഹൈ സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു KVPY എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ KVPYയും ഇല്ല. അതേപോലെ തന്നെ വളരെ നല്ലൊരു എക്സാം ആയിരുന്നു PMSSE, 9th ക്ലാസ്സിലും +1 ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള PMSSE എന്ന് പറയുന്നൊരു എക്സാം. അതും സ്കോളർഷിപ്പ് എക്സാമായി ഇപ്പോൾ ഇല്ല, ഇപ്പം അതും അനിശ്ചിതത്വത്തിലായിപ്പോയി. അത് വേറെ രൂപത്തിലൊക്കെ അതിൻ്റെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിലുള്ള, ഇപ്പോൾ LSS USS ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സ്കോളർഷിപ്പ് കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കും, അതിനിപ്പോൾ എന്താ, കുറച്ച് ചെറിയൊരു സ്കോളർഷിപ്പ് എമൗണ്ട് അല്ലേ, അത് സ്കോളർഷിപ്പ് എക്സാംസ് ഒന്നും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം നിങ്ങൾ വിചാരിക്കും. കുഴപ്പം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം. നിങ്ങളുടെ കൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ, അവരുടെ ഇടയിൽ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്, നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നുപോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കി. നിങ്ങൾ ആകെ എഴുതുന്നത് സ്കൂൾ എക്സാമാണ്, നിങ്ങൾ അതിനപ്പുറത്തേക്കൊരു എക്സാം എഴുതുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ടോപ്പറാണല്ലോ, ഞാൻ അടിപൊളിയാണല്ലോ എന്നാണ് വിചാരിക്കുക അല്ലേ. അപ്പോൾ ഈ രൂപത്തിലുള്ളൊരു പ്രശ്നം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമ്മളെ വലിയ രൂപത്തിൽ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്നാലും ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ ഇങ്ങനെ നിർത്തുന്നുണ്ട്, അതൊക്കെ തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതല്ലാതെ ഒളിമ്പ്യാഡ് എക്സാമുകൾ, സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ ഒരുപാട് അല്ലാതെയും ഉണ്ട്.
ആ അല്ലാത്ത സ്കോളർഷിപ്പ് എക്സാംസും ഒളിമ്പ്യാഡ് എക്സാംസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, തേടി പിടിച്ച് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ അറിയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ സ്കോളർഷിപ്പ് എക്സാംസിനെ കുറിച്ചൊക്കെ പറയുന്ന ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. വെറും സ്കൂൾ പുഴുക്കളായിട്ട്, അല്ലെങ്കിൽ സ്കൂളിലുള്ള ചെറിയ ഒരു പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ചെറിയ സ്കൂളിൽ ഭയങ്കര ടോപ്പറാണെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര സംഭവമായിട്ട് വിചാരിക്കും. പക്ഷേ ലോകം അതിനേക്കാൾ വലുതാണ് അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ എഴുതേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൂടിയ NSMC, നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിന് അപ്പുറത്തേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം. നിങ്ങളുടെ കൂടെ അതേ ലെവലിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാനുള്ള ഒരു നല്ലൊരു അവസരമാണ് NSMC. ഇത് മാത്രമല്ല, ഒരുപാട് ഒളിമ്പ്യാഡുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ അറിയിക്കും. ഇപ്പോൾ ഈ NSMCയുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അത് ഏപ്രിൽ 5 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 5 വരേക്കും അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് അപ്ലൈ ചെയ്യാൻ ഉള്ള ലിങ്ക് താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. 200 രൂപ അങ്ങനെ എന്തുള്ളൂ, രജിസ്ട്രേഷൻ ഫീസ് ഉള്ളൂ. ഓൺലൈനായിട്ടാണ് എക്സാം, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓൺലൈനായിട്ടാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും GCCയിലോ എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്താ പറ്റും, എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ ആ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ഉപയോഗപ്പെടുത്തണം. സ്കോളർഷിപ്പ് എക്സാംസും ഒളിമ്പ്യാഡുകളൊക്കെ എവിടെ ഉണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്തുകൊണ്ട് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമായി മാറേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുക, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.